ആൾക്കാരും അന്തരീക്ഷവും ഒക്കെ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പരമാനന്ദ ഗുരുസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. അയ്യേ, എന്ത് ഒരു വഴിക്ക് പോകുമ്പോ ചെരുപ്പാണോടാ പട്ടി ആദ്യം എടുത്ത് തരുന്നത്? ശരി, അപ്പൊ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ. എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. നീ ഒന്നും മിണ്ടാതിരി, എനിക്കല്ല അറിയാം. നീ ഞാൻ പറഞ്ഞ പോലെ മാറി എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു. എല്ലാത്തിനും എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കാണാം. കണ്ട വന്ന് വാങ്ങാ. അടുത്താള് വരിക. വേഗം വേഗം വാങ്ങാ. വരിക വരിക. മംഗളാനുഭവന്തു. ഇവൻ സംഗതി ഡോൾബി ആക്കോ. ആരാ? നാം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയുടെ വത്സല ശിഷ്യൻ ജയദേവാനന്ദ സ്വാമികൾ. എവിടുന്ന് വരണു? ഹിമാലയ സാനുക്കളിൽ നിന്ന് ദേശാടനത്തിനായി ഇറങ്ങിയതാണ്. ഇതുവഴി കടന്നു പോയപ്പോൾ ഇവിടം സന്ദർശിക്കാനുള്ള മുഹൂർത്തമായെന്ന് തോന്നി. പരമാനന്ദ ഗുരുസ്വാമിക്ക് ഇങ്ങനെ ഒരു ശിഷ്യനുള്ളതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. മേഘ ടവർത്തിയിൽ വെച്ച് ഗുരുസ്വാമി സമാധിയായ വിവരം ടെലിഗ്രാം അടിച്ചറിയിച്ചത് നാമാണ്. ഇവിടെ വരണമെന്നും അങ്ങേ കാണണമെന്നും സമാധിയാകും മുമ്പ് ശ്രീ പരമാനന്ദ ഗുരുസ്വാമി നമ്മോട് പറഞ്ഞിരുന്നു. എന്താ വിശ്വാസമായില്ലേ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയെ തിരുവാതിര നക്ഷത്രം ആതിര അല്ലേ? ജന്മം കൊണ്ട് മാതൃനഷ്ടവും വളർച്ച കൊണ്ട് പിതർനഷ്ടവും സംഭവിച്ചിരിക്കണമല്ലോ. നൃത്യനാട്യാദി കലകളിൽ കലാതിലകം, പിടിവാശിക്കാരി, ഏത് രഹസ്യവും നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ മിടുക്കി, പുത്രന്റെ ആത്മാവ് പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല അല്ലേ സ്വാമി? വടക്ക് ഭാഗത്തെ കുളനകത്തി അവിടെ വിഘ്നേശ്വരമൂർത്തി പ്രതിഷ്ഠ നടത്തുവാൻ ഗുരുസ്വാമി പറഞ്ഞിരുന്നല്ലോ. എന്താ പ്രതിഷ്ഠ നടത്തിയോ? നടത്തി. പടിഞ്ഞാറ്റു തള്ളിൽ ഒറ്റമുഖപ്പിന് നേരെ നിന്നിരുന്ന കാഞ്ഞിരം വെട്ടിമാറ്റി അതിനടുത്തുള്ള അരയാലിന് ചുറ്റും നാഗത്തറ കെട്ടി നിത്യവും വിളക്ക് വെക്കണമെന്നും ഗുരുസ്വാമി ഏൽപ്പിച്ചിരുന്നു. ചെയ്തോ? അതിന്റെ ഐശ്വര്യമുണ്ട്. പക്ഷെ അനിഷ്ടങ്ങൾ പലതും സംഭവിക്കാനിടയുണ്ട്. സൂക്ഷിക്കണം. ആളെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഡോൺ വറി. പരമാനന്ദ ഗുരുസ്വാമി തങ്ങിയിരുന്ന ആശ്രമം നമുക്കൊന്ന് കണ്ടാക്കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ആവാം, എഴുന്നള്ളിയാലും നടന്നാട്ടെ. ഗുരുവേ വന്നാലും വന്നാലും. ഗുരുവേ നമഃ. ഇനി പ്രേമദാസന്റെ ഊഴം. ഗുരുവേ നമഃ. അമ്മേ കാളി. ഗുരുവേ ശപിക്കരുത്. ഓം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയായ നമഃ. സ്വാമി ഗുരുവേ നമഃ. പരമാനന്ദ ഗുരു ഗോകർണത്തിൽ നിന്നും കൊണ്ടുവന്ന ശംഖ്, ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന സാളഗ്രാമം. എന്താ ശരിയല്ലേ? പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്തൊരു ദിവ്യജ്ഞാനം. സന്തോഷായി. ഇവിടെ വരാനും പരമാനന്ദ ഗുരുസ്വാമിയുടെ പാദസ്പർശനമേറ്റ് പവിത്രമായ ഈ ആശ്രമ സന്നിധിയിൽ പ്രവേശിക്കാനും നമിക്കാനും സാധിച്ചതിൽ നാം ധന്യനായി. ഇതിനനുവദിച്ച അങ്ങേക്കും എന്റെ പ്രണാമം. ഇനി സാറ്റിസ്ഫാക്ഷനോടുകൂടി യാത്ര തുടരാം. ഗുരുവേ വിടല്ലേ, ഐശ്വര്യമാണ് വന്നു കിട്ടിയിരിക്കുന്നത്. സ്വാമി, അടിയനൊരു അപേക്ഷയുണ്ട്. കുറച്ചുനാൾ ഇവിടെ താമസിച്ച് വിശ്രമിച്ചിട്ട് പോരെ? ഇനി ദേശാടനം എന്നല്ലേ? അതെ. ജ്ഞാനദൃഷ്ടി അപാരം. മറിച്ചൊന്നും പറയരുത്. മറ്റൊരു ഗ്രഹത്തിൽ വസിക്കുന്നത് അനുവദനീയമല്ലാത്ത കാര്യമാണ്. എങ്കിലും നാം ഒന്ന് ആലോചിക്കാം. വൈദ്യർ ഇച്ഛിച്ചതും സ്വാമി കൽപ്പിച്ചതും പാല്. ഓം ഗുരുവേ നമഃ. അത് ഗുരുസ്വാമി തങ്ങിയിരുന്ന പള്ളിയറയാണ്. അങ്ങോട്ട് പ്രവേശിക്കാം. സ്വാമി സൂക്ഷിക്കണേ, രക്ഷിക്കണേ. മമ്പള്ളി, സദ്യ ഒരുക്കിക്കോളാൻ പറയൂ. പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്റെ അത്താഴം നീ മുട്ടിക്കല്ലേ.
ദേ പ്രേതദാസൻ. ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളമായിരുന്നു. സ്വാമിയെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞില്ലേ പിന്നെന്താ എഴുന്നള്ളിയാല് നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ മറന്നോ? എവിടെ വൈദ്യര്? തല മറന്ന് എണ്ണ തേക്കല പുല്ല്. പുല്ലിന് നല്ല വിലയുണ്ടോടാ ചൂല്. സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് തേടുകീർ ഇടകള മങ്കി. കയ്യെ കിട്ടുന്ന ഗിയറിട്ടില്ലെങ്കിൽ വണ്ടി ചിലപ്പോ റിവേഴ്സ് ആയി പോടാ ഡോങ്കി. എവിടെ വൈദ്യര്? എനിക്ക് എന്നെ പിടിച്ചിട്ട് കാര്യം? അയ്യോ ന്യായം നടക്കണം. അതാണ് ഞാൻ ഞങ്ങൾക്ക് പറയണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം നീയോ? നിന്നോട് ആര് പറഞ്ഞു പടി കടന്നു വരാൻ? പടി കിടന്നല്ല മതില് ചാടിയാ വന്നത്. തർക്കുത്തരം പറയുന്നോടാ നിഷേധി. എന്റെ അമ്മോ. കടക്കണ പുറത്ത് ഇറങ്ങാൻ. സ്വാമി അരുത്. സ്വാമി, ഇവനെ അവിടത്തേക്ക് അറിയില്ല. നാവെടുത്ത കള്ളത്തരെ പറയൂ. വേറെന്തു അടിയും പൊറുക്കും. പക്ഷേ കൂട്ടത്തിൽ നിന്നുകൊണ്ട് വിശ്വാസം വന്നിട്ട് കാണിച്ച സ്വാമി പറയട്ടെ, ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. സ്വാമി വേണ്ട, സ്വാമിയെ സ്വാധീനിക്കാമെന്ന് കരുതണ്ട. എന്റെ മുഖം കണ്ടാൽ അവിടത്തേക്ക് അറിയാം. അമ്പള്ളി വേറെടുത്ത് പറിച്ച് എറിയടോ ഈ കാർക്കോടകനെ. ഇങ്ങോട്ട് വാടാ. വരട്ടെ. സ്വാമി ഒന്നിങ്ങോട്ട് വരൂ. അയാളെ ഇപ്പൊ പറഞ്ഞു വിടണ്ട. സ്വാമി അവൻ പെരുങ്കള്ളനാ. അറിയാം. പച്ചമരുന്നുകൾ വാങ്ങാൻ ഏൽപ്പിച്ച വകയിൽ കൃത്രിമം കാണിച്ചു അല്ലേ? അത് അയാളുടെ ജന്മനക്ഷത്രത്തിന്റെ ദോഷമാണ്. പൂയില്ല നക്ഷത്രത്തിലാണ് ജനനം. പോയില്ലയോ? അതെ. പൂയം കഴിയുകയും ചെയ്തു. ആയിലിട്ട് തുടങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്കുള്ള ഒരു അപൂർവ നക്ഷത്രമാണ് പൂയില്യം. അസുര ജന്മമാ. നോക്കുക, അയാൾ ഈ തറവാട്ട് മണ്ണിലുള്ളത് അങ്ങേക്ക് വളരെ നല്ലതാണ്. ഓ, അങ്ങേക്ക് വരേണ്ട ആപത്തുകൾ മുഴുവൻ മാറി അവനിലേക്ക് വീണുകൊള്ളും. എന്നാലും സ്വാമി, ഇവനെ വിശ്വസിച്ച് എങ്ങനെ തറവാട്ടിൽ കയറ്റാൻ പറ്റും? എല്ലാം നോം നോക്കിക്കൊള്ളാം. കുറച്ചുനാൾ നമ്മുടെ ആശ്രമത്തിൽ നിൽക്കട്ടെ. അവിടുത്തെ ഇഷ്ടം. ഇവിടെ വരൂ വത്സ. ഹരിഹോം. കർമ്മം കൊണ്ട് നന്മ ചെയ്ത് പൂർവകാല ദോഷം തീർക്കാൻ തൽക്കാലം നമ്മുടെ പരികർമ്മയായി ഇവിടെ കൂടിക്കൊള്ളൂ. എന്നോളൂ. സ്വാമി എന്നാലും പോയില്ലെന്നൊരു നാളുണ്ടെന്ന് ഞാൻ എപ്പോഴാ അറിയണേ? നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ ഉണ്ട് കുട്ടിയെ ഈ അണ്ടകടാകത്തില്. ഇത്ര ചെറുപ്പത്തിലെ സ്വാമിമാർക്ക് ഇത്രയും ജ്ഞാനദൃഷ്ടി എങ്ങനെ ഉണ്ടാവണം അച്ഛമ്മേ? അവരൊന്നും നമ്മളെ പോലെ വെറും മനുഷ്യജന്മങ്ങളല്ല, അവതാരങ്ങളല്ലേ, അവതാരങ്ങള്. ആ, ഉണ്ണിയുടെ അച്ഛൻ വന്നു തോന്നുന്നു. ഇന്നിനി മതി, ഇതെല്ലാം എടുത്തോട്ട് പൊടി. സുഭദ്രേ, ദാ ഇവിടെ. അവൻ വരുന്നുണ്ട്. ആര്? പറയാം. ബാലഗോപാലൻ. ആഹാ. ബോംബെന്ന് ഭാനുമതിയുടെ കത്തുണ്ട്. ആ, ഗൾഫിൽ നിന്ന് ബോംബെയിൽ എത്തിയ പിറ്റേന്ന് തന്നെ അവൻ ഇങ്ങോട്ട് വരും അത്രേ. ആ, കുറച്ചു ദിവസം ഇവിടെ വന്ന് വിശ്രമിക്കാനാണ് അവന്റെ തീരുമാനം. അത് വേണോ? എന്താ? അല്ല, കല്യാണത്തിന് മുമ്പ് അവൻ ഇവിടെ വന്ന് നിക്കണത് നിന്നാലെന്താ? അന്യനോ മറ്റോ ആണോ? പറഞ്ഞാ ക്ഷോഭിക്കരുത്. കുട്ടിക്ക് ഈ ബന്ധത്തിൽ അത്ര താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു. മാമ്പിളിയച്ചാ, ഹായ്, എന്താ ഇത്? കണ്ണ് നിറഞ്ഞിരിക്കുന്നല്ലോ. എന്താ കാര്യം? ജോലി ചെയ്യാ. ഇങ്ങോട്ട് വരിക. എന്താ മോളെ? ഞാൻ വല്ല കുളത്തിലോ പുഴയിലോ ചാടി ചാവാൻ പോവാ. എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്താ ഈ കുട്ടി പറയണേ? ആത്മഹത്യ വലിയ പാപം കേട്ടോ. ആയിക്കോട്ടെ, പക്ഷെ വായി നോക്കിക്ക് കഴുത്ത് നീട്ടിനാലും ഭേദമാ. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്താ ഉണ്ടായേ? ബാലഗോപാലൻ വരണു ഉത്തര കത്ത് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഇഷ്ടമില്ലെന്ന് മുത്തശ്ശി പറഞ്ഞതാ. എന്നിട്ട് ഒരു ഇഞ്ച് ഇളകിയിട്ടില്ല മുത്തശ്ശിന്റെ മനസ്സ്. എന്നോട് സ്നേഹം ഉണ്ടെന്ന് പറയണ വെറുതെയാ, ഒക്കെ വെറും നാട്ടിയാ. ഹൈ, എന്തിനെങ്ങനെ കിടന്ന് പഠിക്കണേ? കോളേജിൽ പഠിക്കണ കുട്ടിയല്ലേ നീയെ? ആൾക്കാരെ കേട്ടാ കളിയാക്കി ചിരിക്കും. വേണ്ട, പറഞ്ഞു മയക്കണ്ട. ആദ്യം ഒന്ന് തീരുമാനിച്ച പിന്നെ മാറ്റമില്ല. എന്റെ മനസ്സിന് ഇഷ്ടമല്ലാത്ത ആൾക്ക് അങ്ങനെ പിടിച്ചു കൊടുക്കാച്ച ജീവൻ കളയും ഞാൻ. അയ്യേ, വേണ്ടാതൊക്കെ ചിന്തിക്കാണ്ടിരിക്കാം. വേറെ എന്തൊക്കെ വഴി കിടക്കണു? എന്ത് വഴി? എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഒരാളിവിടെ എത്തിയിട്ടില്ലേ? ജയദേവാനന്ദ സ്വാമികൾ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഹായ്, കൊള്ളാം. മനോഹരമായിരിക്കുന്നു. ഒരു കോലിൽ കുത്തി പാടത്ത് വെച്ചാ കാക്കയെ പേടിപ്പിക്കാം. അത്രയ്ക്ക് ജോറാണോ? വൃത്തിയേട്ടവനെ, മനുഷ്യൻ ഒരുപാട് ഭ്രാന്ത് പിടിപ്പിച്ചാണ്ടല്ലോ. ബാക്കിയുള്ള നെഞ്ചോടെ പടപടാന്ന് ഇടിക്കുക. പിന്നെ എല്ലാവരുടെയും നെഞ്ച് ഗുടഗുടാന്നാണ് ഇടിക്കുന്നത്. എടാ തെണ്ടിയിലാണോ സ്വാമിയുടെ വേഷം? എന്താ ശരിയായില്ലേ? ഒരു വൈപ്പ് മീശയോടെ വെച്ചാലോ? പിന്നെ എന്താ വേണ്ടെന്ന് പറ. സ്വാമിയുടെ ഡ്രസ് ഇതിൽ നന്നാക്കണമെങ്കിൽ കുറച്ചുകൂടെ മാലയും കളർഫുൾ ഡ്രസ്സും വാങ്ങിക്കേണ്ടി വരും. എടാ പോത്തെ, വേഷം കിട്ട് ഓവറായി ചിലപ്പോ വൈദ്യർക്ക് വല്ല സംശയം തോന്നും. കള്ളത്തുറങ്ങാനും പൊളിഞ്ഞുണ്ടല്ലോ.
വൈദ്യര് നമ്മൾ അരച്ച് കലക്കി വാർപ്പിലിട്ട് പോലെ കഷായാക്കും. അതെന്ത് കഷായം? കരിങ്കുരങ്ങി കഷായൻ. വൈദ്യരാണെന്ന് തോന്നുന്നു. അത് ഊതി വെച്ചിട്ട് പോടാ പണ്ടാറക്കാല. ഇങ്ങോട്ട് താങ്ങും. ആതിര കുഞ്ഞായിരുന്നോ? എന്തേ? സ്വാമി ഒന്ന് കാണാൻ വന്നതാ. സ്വാമി ആസനത്തിലാ. എന്താ? യോഗാസനത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ. അത് ഞാൻ സ്വാമിയോട് പറഞ്ഞോളാം. അതാണ് നല്ലത്. എന്നാലും ദാസാ. സ്വാമി അങ്ങ് ആസനത്തിൽ നിന്നും എപ്പോ ഉണർന്നു? വെളിയിലാരോ കാത്തു നിൽക്കുന്നു മനസ്സിൽ തോന്നി. സ്വാമിയുടെ കള്ളദൃഷ്ടി, ജ്ഞാനദൃഷ്ടി. മനസ്സിലെ ആഗ്രഹത്തിന് മാർഗതടസ്സമായി ആരോ വരുന്നു അല്ലേ? അതെ, എന്റെ മുറച്ചെറുക്കനാ. പക്ഷേ അറിയാം, ബാലഗോപാലിനെ ആദരിക്ക് ഇഷ്ടമല്ല. മനസ്സിൽ വേറൊരാളെ കുടിയിരുത്തിയിരിക്കുന്നു. പേടിക്കണ്ട, മാർഗതടസ്സം നാം നീക്കിത്തരാം. ഉം, വിവാഹത്തിന് സമ്മതമല്ലെന്ന് മുത്തച്ഛന്റെ നാവുകൊണ്ട് തന്നെ നാം പറയിപ്പിക്കാം. അതെ, ആ ബാലഗോപാലിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് പതപ്പിച്ച് പുതപ്പിച്ച് ഇവിടുന്ന് പാഴ്സൽ ചെയ്തോളാം. എന്താ പോരെ? അത് നടക്കോ സ്വാമി? നടത്തിത്തരാം. തൽക്കാലം മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട. ഉം, വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞോളൂ. ബാക്കി കാര്യം നാം ഏറ്റു. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. കുട്ടി സമാധിയായിട്ട് പൊക്കോളൂ. സമാധാനായിട്ട് പൊക്കോളൂ. അനന്താ, സ്വാമി വിളിച്ചോ? പത്മനാഭനെ വിളിച്ചതാ. അനന്ത പത്മനാഭ, നീയും നിന്റെ ഒരു അനന്തനും വിടില്ലടി ഞാൻ.